ബൺ മസ്ക ട്രെൻഡ് അല്ലേ? കഴിച്ചോ? ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ. 1 കിലോ അത്യാവശ്യം വില കുറഞ്ഞ ബട്ടർ ഒരു 600 രൂപ. പ്രോപ്പറായിട്ടൊരു ബൺ മസ്ക ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ് മാത്രം മേ ബി 50. ആരാണ് നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർ മൃണാൾ ലാൻഡ് ചെയ്തോ? നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ കരുതി എവിടെ പോയി മൃണാളേട്ടൻ, കുറേ ആയല്ലോ കണ്ടിട്ട്, ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ വരണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച്. പിന്നെ സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ചേട്ടനൊന്ന് ഒതുങ്ങിയതാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം പൊന്തി ബൺമസ്കേൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ബൺമസ്ക തന്നെ ഒതുങ്ങി നിൽക്കുന്ന സമയം ആണ് ചേട്ടൻ വരുന്നത്. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അതിലും ലേറ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ബൺമസ്ക ആരൊക്കെ ട്രൈ ചെയ്തു? കഴിച്ചില്ല, കഴിക്കണ്ട കേട്ടോ. കാരണം ബൺമസ്ക കഴിച്ചാൽ ഉറപ്പാ ചാവും. മൃണാളേട്ടൻ പറഞ്ഞാൽ ചാവും. കാരണം ഈ ഫുഡിനെ കുറിച്ച് ഇത്രമാത്രം എക്സ്പെരിമെൻ്റ് ചെയ്ത് PhD എടുത്തിട്ട്, ഇനി PhDൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനപ്പുറം എടുത്തിട്ടുള്ള ഒരേ ഒരാളെ നമ്മുടെ കേരള നഗരത്തിലുള്ളൂ. അതിൻ്റെ ബേസിസിൽ ഭക്ഷണം വിൽക്കുന്ന ഒരേ ഒരു കടയേ ഉള്ളൂ, ദാറ്റ് ഈസ് മൃണാളുടെ കട. ബാക്കി എല്ലാ കടകളിൽ നിന്ന് എന്ത് ഫുഡ് കഴിച്ചാലും അസുഖം വരും, വയറിന് വേന വരും, ഛർദ്ദിക്കും, ലൂസ് മോഷൻ, ഇതൊന്നുമല്ല, ഡയറക്റ്റ് ചാവുക കേട്ടോ. ബൺമസ്ക കഴിച്ചാലും നമ്മൾ എന്താ സംഭവിക്കുന്നത്? ബൺമസ്ക കഴിച്ച് അങ്ങ് ചത്തു. എന്തുവാടേ, ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എവിടെ പോയിന്ന്. അപ്പോൾ സംഭവം ഇപ്പം ചേട്ടനെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബൺമസ്കേനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ആളെന്താണ് ബൺമസ്കേനെ കുറിച്ച് പറയുന്നതെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ബൺമസ്ക ട്രെൻഡ് അല്ലേ? കഴിച്ചോ? ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ. 1 കിലോ അത്യാവശ്യം വില കുറഞ്ഞ ബട്ടർ ഒരു 600 രൂപ. പ്രോപ്പറായിട്ടൊരു ബൺമസ്ക ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ് മാത്രം മേ ബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റുക? സിമ്പിൾ ബട്ടറിൽ ഉപയോഗിക്കുന്ന ഡാൽഡയാണ്. അതൊന്നുമല്ല, അതിനേക്കാളും വില കുറഞ്ഞ സാധനമുണ്ട്. മാജറീൻ 1 കിലോയ്ക്ക് 80 ചില്ലറ രൂപയുള്ളൂ. ബട്ടറിനെക്കാളും കാണാൻ ഫിനിഷിങ്, വെൽവെറ്റ്, സോഫ്റ്റ്, പൊളിയ. പക്ഷേ സാധനം ആദ്യം തന്നെ ബൺമസ്കയ്ക്ക് 50 രൂപ. ഈ 50 രൂപ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ ബൺമസ്ക കഴിച്ചു. ഞാനിവിടെ ടൗണിൽ നിന്നും ബൺമസ്ക കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് എൻ്റെ സ്റ്റാഫ് ഉണ്ടാക്കിയിട്ടും ഞാൻ ബൺമസ്ക കഴിച്ചിട്ടുണ്ട്. സ്റ്റാഫ് എന്ന് വെച്ചാൽ സ്റ്റാഫിൻ്റെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ആൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നത്. ആൾ ഓഫീസിൽ വന്നിട്ട് ഞങ്ങളുടെ ഒരു ബ്രേക്ക് ടൈം ആയ സമയത്ത് ആൾ ഞങ്ങൾക്ക് അത് ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. അപ്പം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ആളതിൽ ബട്ടർ എത്ര ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി അതിൻ്റെ കൂടെ കണ്ടൻസ് മിൽക്ക് ഓർ മിൽക്ക് മെയ്ഡ് എത്ര ചേർക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫില്ലിങ്ങിലാണ് എനിക്ക് ചെയ്തു തന്നത്. ഞാൻ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ആൾ സെയിൽ ചെയ്യുന്നത് 50 റുപ്പീസിനാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ബണ്ണിപ്പോൾ നമ്മളൊരു പാക്കറ്റ് ബണ്ണ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 10-40 രൂപയുണ്ടാവും. അതിൽ മാക്സിമം ഒരു 6 ബണ്ണുണ്ടാവും. 6 അല്ല, ഞാനൊന്നാമത് ഇതൊന്നും വാങ്ങാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ അല്ല. 6 ബണ്ണുണ്ടാവും. പിന്നെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു പെട്ടിയും ഒരു ബട്ടറും വാങ്ങുകയാണെങ്കിൽ ഒരു 4 ആൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഫുൾ എക്സ്പെൻസ് എടുത്ത് നോക്കുമ്പം ഇവർക്ക് ലാഭമൊക്കെ ഉണ്ട്. ചേട്ടൻ എന്ത് കണക്കിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പുള്ളിപ്പോട് ഉദ്ദേശിച്ചത് ബൺമസ്ക് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അതിൽ ബട്ടറല്ല ചേർക്കുന്നത്, പകരം മാർഗറീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിന് പകരം യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. MARGARINE. എനിക്ക് എന്താ ഈ സാധനം എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കഴിച്ച സ്ഥലത്തു നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള ബൺമസ്കയിലുള്ള കോണ്ടൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേർത്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബട്ടർ തന്നെയാണ്. ഇത് ചിലപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ ഹോട്ടൽസിലൊക്കെ വിൽക്കുന്ന, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ, ഫുഡിൻ്റെ ഏറ്റവും പെർഫെക്റ്റ്, ഏറ്റവും ഒത്തൻറ്റിക് സാധനം വിൽക്കുന്ന വ്യക്തിക്ക് എങ്ങനെ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ അറിയുന്നത്? ഇനി പുള്ളിയുടെ ഷോപ്പിൽ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെ ഇത് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെ എനിക്ക് മനസ്സിലാവായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എല്ലാത്തിൻ്റെ കള്ളത്തരടപാട് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് അറിയാം. കാരണം ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള, അല്ലെ ട്രൈ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കല്ലേ ഓട്ടോമാറ്റിക്കലി ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുക. അപ്പം ഞാൻ തന്നെ ആ പേജ് എടുത്ത് വെച്ചേക്കുക നിങ്ങളെടുത്ത് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി, മാർഗറീൻ. ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ചുറ്റുപാടുള്ള ഒരു 10-20 ആളുടെ അടുത്ത് ഈ മാർഗറീൻ എന്താ ചോദിച്ചാൽ ഇവർക്ക് അറിയണമെന്നില്ല. അപ്പം ഇത് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇത് പണ്ട് ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവും. എന്തായാലും പുള്ളി ഇപ്പോൾ പറഞ്ഞു വരുന്നത് ബൺമസ്ക് വിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ബണ്ണിൻ്റെ ഉള്ളിൽ ചേർക്കുന്നത് ബട്ടറല്ല, ഈ മാർഗറീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് വളരെയധികം നമ്മളുടെ ശരീരത്തിന് ഹാനി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് കണ്ടിന്യൂസ് ആയി കഴിച്ചു പോവുകയാണെങ്കിൽ മരണപ്പെടാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ പോയി ബൺമസ്ക, ഒതൻറ്റിക് ബൺമസ്ക വേണം എൻ്റെ കടയിൽ വന്നോ. ബാക്കി ഏത് സ്ഥലത്ത് ബൺമസ്ക കഴിച്ചാൽ നിങ്ങൾ ചത്തുപോകും. കാരണം അവിടെ ബട്ടറില്ല, മാർഗറീൻ ആണുള്ളത്. ഓക്കെ, കഴിഞ്ഞാൽ ചെറുതായിട്ട് ചത്തുപോകും. ഒരു തവണ കഴിച്ചാലല്ല, ഞാൻ ഒരു ഫൺ കില്ലാതെ നോക്കിയല്ല. നിങ്ങൾ ആ ട്രെൻഡ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. 1, 2, 3, 10 തവണ കഴിച്ചിട്ടുണ്ടാവും. സ്ഥിരമാക്കണ്ട. ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ജങ്ക് ഫുഡാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ബൺമസ്ക് ഒന്നും അങ്ങനെയല്ല. ഒരു വൃത്തിയിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരുമാതിരി ഇങ്ങനെ വലിച്ച് കീറിയാക്കി ഒടിച്ചൊക്കെ തിന്നുന്ന ഒരു സാധനമാണ്.
കിടക്കട്ടെ, ഓരോരുത്തരുടെ തീറ്റ സ്റ്റൈലല്ലേ, നമ്മളതിന് കുറ്റം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൾ പറയുന്നത് ഒരു തവണയൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല, ഒന്നിലധികം തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം ഈ മൃണാൾ എന്ന് പറയുന്ന ആളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, വിശ്വസിക്കാത്ത അതിലധികം കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ നാട്ടിൽ ബൺമസ്ക് വിൽക്കുന്ന ആൾക്കാരുടെ മുഴുവൻ തലയിൽ കയറിയിട്ട് അവരിതുകൊണ്ടാണ് ചെയ്യുന്നത്, അവരുടെ ഇത് കഴിക്കാൻ പോകണ്ട, അവരെ കഴിച്ചാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആവും, അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടതിന് കാരണം ഇതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ കോല് ടീമുകൾ, ആളുടെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഈ സപ്പോർട്ടേഴ്സ് കയറിയിട്ട് മറ്റൊരാളുടെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഒതൻറ്റിക് ഫുഡ് വേണ്ടവർ മൃണാൾ ഷോപ്പിൽ ചെല്ലൂ എന്നുള്ളത് പുള്ളി പറഞ്ഞു. പപ്പടത്തിന് 7 രൂപ, സാലഡിന് 11 രൂപ, ഇങ്ങനെയൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. പപ്പടത്തിന് 11 തോന്നുന്നു, അന്നെങ്ങാനും ചെയ്താലേ. അപ്പോൾ അവിടെ പോയി കഴിക്കൂ, നമ്മൾ കഴിച്ചോളാം, ഞങ്ങൾക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ സഹിച്ച്. ചേട്ടൻ ഇങ്ങനെ ഇല്ലാത്ത എന്തിനാ ഇത്ര ബുദ്ധിമുട്ട്? എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഷോപ്പിൽ ചിലപ്പോൾ മേ ബി ആരും കയറുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി ബൺമസ്ക് വിൽക്കാൻ നോക്കിയിട്ട് ആരും വാങ്ങുന്നുണ്ടാവില്ല. ആൾക്കാർ വാങ്ങുന്നതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നായിരിക്കും. അപ്പോൾ അത് പൂട്ടിക്കാൻ വേണ്ടി കളിക്കുകയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആൻഡ് രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരൊക്കെ അടിയിൽ പോയിട്ട് ഞാൻ മാത്രം ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലാത്ത ഓരോ കണ്ടുപിടുത്തങ്ങൾ, ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സിൽ പോലും ചിന്തിക്കാത്ത കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് കാലം മുമ്പ് പറഞ്ഞ ഒരു രസം ഉണ്ടായിരുന്നു. പലരും തെറ്റിയിരിക്കുന്നത് ബണ്ണും ബട്ടറും ആണ്. നല്ല പ്യൂർ ബട്ടറും വെച്ച് നല്ല ബണ്ണും വെച്ച് ബാക്കി നല്ല സെറ്റപ്പിൽ ചെയ്യണമെങ്കിൽ നല്ല വിലക്ക് കിട്ടണ്ടായിരുന്നു. ആ വിലക്കൊക്കെ ആരത് വാങ്ങിക്കാം? വിൽക്കുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല, വാങ്ങുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം എന്നാണ് ആൾക്കാരറിയണ്ടേ. വേണ്ടേ? താങ്ക് യു. അല്ല, ആൾ തിന്നുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഈ കഴിക്കുന്ന ചിക്കൻ ചിലപ്പോൾ മൃണാൾ പറയും, മൃണാളുടെ വീട്ടിൽ ചിലപ്പോൾ അരിയും ഗോതമ്പും ഇട്ട് കൊടുത്ത് ഉണ്ടാക്കിയ ചിക്കനാണെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചിക്കൻ, ബ്രോയിലർ ചിക്കനിൽ എത്രമാത്രം എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ അതിൽ അടിച്ച് കയറ്റുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയോ? ആൻഡ് ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഭയങ്കര അടിപൊളി സാധനമാണ്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ടാണ് ബൺമസ്കാനെ കുറ്റം പറയുന്നത്. ഇതൊരു ട്രെൻഡ് ഫുഡാണ്. ഇതൊരു കുറച്ച് കാലത്തേക്കുണ്ടാവും, കുറച്ച് മാസത്തേക്കുണ്ടാവും. അത് കഴിഞ്ഞ് ഇനി ബൺമസ്കിയൊക്കെ തീർന്നു. അതുപോലെയല്ല ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞ ജീവിതകാലം മുഴുവനുള്ള ഒരു സാധനമാണ്. അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്തോ? കാരണം അത് വലിയ കുഴപ്പമൊന്നുമില്ല. തിന്നുന്ന ആ ചിക്കനോ ഫെന്നമോ തിന്നുന്ന കണ്ടപ്പോൾ തന്നെ ഷോക്ക്ഡായിരുന്നു. അതിനൊന്നും ഒരു പ്രശ്നമല്ല. ബ്രോയിലർ കോഴിയുടെ ചിക്കൻ ഉണ്ടാക്കുന്നതോ അല്ലെ കുറേ മസാല ചേർത്ത് കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും ബോഡിക്ക് ഒരു ഹാനിയും വരില്ല. ബോഡീനെ ഭയങ്കര ഹെൽത്തി ആയിട്ടോ കീപ്പ് ചെയ്യും. പക്ഷെ ബണ്ണും കുറച്ച് ബട്ടറും കഴിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് തന്നെ ഇല്ലാണ്ടാവും. മനസ്സിലായോ? എനിക്കറിയില്ല ഈ ഒരു വ്യക്തിയുടെ ഒരു ആക്ച്വൽ പ്രശ്നം എന്താണെന്നുള്ളത്. എനിക്ക് അന്നും ഇന്നും ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം ആളുടെ ഒരു ഹോട്ടലുണ്ട്, അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉണ്ട്, അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്, വളരെ റിച്ച് ആയിട്ടുള്ള ബിസി ആയിട്ടുള്ള ഗൈയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയില്ല. ഒരു നല്ലത് പറയാൻ ഇന്നേ വരെ ഈ പെർട്ടിക്കുലർ വ്യക്തി വായ തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. എല്ലാത്തിനും എന്തിനും ഏതിനും കുറ്റം മാത്രം. ആരെന്ത് ചെയ്താലും കുറ്റം, ഏത് ഹോട്ടലിൽ പോയാലും കുറ്റം, ഏത് സാധനം എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കുറ്റം. എനിക്കറിയില്ല ഈ പെർട്ടിക്കുലർ ചേട്ടൻ്റെയൊക്കെ ഭാര്യ എങ്ങനെയായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന്. കാരണം എല്ലാത്തിനും കുറ്റമാണല്ലോ. ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഹോട്ടലിൽ വന്ന് കുറ്റം പറഞ്ഞാൽ അതങ്ങ് അംഗീകരിക്കില്ല. എന്തായാലും കൊള്ളാം ആ ഒരു വളിഞ്ഞ ചിരിയും കൊണ്ടുള്ള സാധനം. നമ്മുടെ ബൺമസ്കയും കൊണ്ട് വൈറലായിട്ടുള്ള ഒരു ചായ് കപ്പിൾസ് ഉണ്ട്. അവർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ബൺമസ്ക ട്രെൻഡ് അല്ലേ? കഴിച്ചോ? ആ സാധനത്തിന് നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ. അപ്പൊ ശരിയാണ്, ബൺമസ്കൊക്കെ നിങ്ങളെ കൊല്ലാൻ പറ്റും. പക്ഷെ എങ്ങനെ? അത് മാർജിനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യെസ്, അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദി സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമൂലിന്റെ ബട്ടർ, അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ നിന്ന് മേടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പ്യുവർ ബട്ടറാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ആവറേജ് ഫ്രിഡ്ജ്. എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇച്ചിരി അടുക്കി വെച്ചിട്ടാ, അതൊന്നും ഇങ്ങനെ അലങ്കോലോട്ടിരിക്കുന്നത്. വീഡിയോയിൽ കാണിക്കാൻ ഭംഗി ഉണ്ടാവാൻ വേണ്ടി കുറച്ച് അടുക്കിയെടുത്ത് വെച്ച്. പക്ഷെ സംഭവങ്ങൾ ഇതാണ്. പിന്നെ മാസ്കർപോൺ ചീസും, ആ ചീസിന്റെ കൂടരങ്ങാണോ അത് തിരാമിസു സ്റ്റാർട്ട് ചെയ്തോണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നത്. അപ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നു തോന്നി. ഇതേപോലെ മാർക്കറ്റിലെ ആൾക്കാർ വേറെ ഇറങ്ങുന്നുണ്ട്, മാർജിനുകൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു മാർജിൻ പ്രോഫിറ്റ് ഇല്ല, പ്രോഫിറ്റ് മാർജിൻ വെച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡിന്റെ ആദ്യമായിട്ട് ഇറക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒട്ടും മാർജിൻ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇപ്പോഴും അതിന് മാർജിൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോ അതും ആ ക്വസ്റ്റിന്റെ ആൻസർ ആയില്ലേ? ഇതാണ് ഞങ്ങളുടെ കഥ.
ഇപ്പൊ ഞങ്ങളുടെ ബൺമസ്ക് കഴിക്കും, ഇത്ര പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റി 100% ആണ്. എത്ര പിള്ളേർ വന്നിട്ട് അതിന്റെ പാരന്റ്സ് ചോദിക്കുന്നത് പിള്ളേർ കഴിക്കാൻ പറ്റും, മനസ്സിൽ ഒരു കുത്തൂല. ഞങ്ങൾ പറയും പിള്ളേർക്ക് കൊടുത്തു എന്ന് പറയും. മനസ്സാക്ഷി കുത്തില്ല, പിള്ളേർക്ക് സേഫ് ആണെന്ന് അങ്ങനെ തന്നെ പറയാം. ഞങ്ങള് റിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഇത് ബെറ്ററാണ്, നിങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ബൺ മസ്ക് കൊണ്ട് വൈറലായിട്ടുള്ള ഒരു കപ്പിളാണ് വളരെ ഓപ്പൺലി ജെനുവിൻ ആയിട്ട് വന്നിട്ട് അവരെങ്ങനെയാണ് ബൺ മസ്ക് ഉണ്ടാക്കുന്നതെന്നും അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ബൺ മസ്ക് ചെയ്യുന്ന എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഏതിൻ്റെ ഉള്ളിലും ഒരു കീട ഉണ്ടാവുന്നത് പോലെ തന്നെ ഇപ്പോൾ മൃണാളിൻ്റെ ഹോട്ടലിനെ പറ്റി പറഞ്ഞ എന്താണ് 24 മണിക്കൂറും പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ളൊരു ഹോട്ടലാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വ്ളോഗർ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഈച്ചേനെ കിട്ടിയിരുന്നു. മൃണാളുടെ ഫുഡ് സ്പോട്ടിൽ കുക്ക് ചെയ്ത് ചൂടോടുകൂടെ തരിക എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വ്ളോഗർ പോയ സമയത്ത് തണുത്ത ബിരിയാണി കൊടുത്തിരുന്നു. അപ്പം എല്ലാത്തിൻ്റെ ഇടയിൽ 1-2 കീടമുണ്ടാവും എന്ന് കരുതി ആ ഒരു ഫുഡിനെ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഫുഡ് സെയിൽ ചെയ്യുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ടോ മോശം രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ 2 കാര്യം വെച്ച് മൃണാളുടെ ഹോട്ടൽ വളരെ വൃത്തികെട്ട ഹോട്ടലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുപോലെ ഇടയിലൊരു കീട ഉണ്ടാവും, അതുപോലൊരു കീടായിരിക്കാം ഇങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഈ ബൺ മസ്ക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറൊന്നും ആരും കഴിക്കാൻ പോവില്ല. ആൻഡ് അങ്ങനെയൊന്നും കഴിക്കാനായിട്ട് പറ്റൂല. ഞാൻ തന്നെ ഇത്രയും കാലത്തിനിടയിൽ ആകെ 2 ബൺ മസ്ക കഴിച്ചത്. പിന്നെ എനിക്ക് അതിനോട് അത്ര വലിയ അഡിക്ഷൻ തോന്നിയിട്ടില്ല. ഇതിപ്പോൾ ഒരു 1-2 ചിലപ്പോൾ ഏറി വന്നൊരു 3-4 മാസം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബൺ മസ്കയൊക്കെ എവിടെയോ എത്തും. ഓക്കെ, അത്രയേ ഉള്ളൂ. വെറുതെ ഇരിക്കുമ്പോൾ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമേ. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കുഴപ്പം പിടിച്ച പരസ്യവാചകങ്ങളിലൊന്ന് നിങ്ങൾ കണി കണ്ടുകൊണ്ടിരുന്ന നന്മ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ബൺ മസ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് മാർജറി എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗ ബട്ടറല്ല, ഭയങ്കര കുഴപ്പമാണ് എന്നുള്ളത് ചുമ്മാ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പയ്യൻ മെസ്സേജ്, എൻ്റെ അമ്മ ഹോം ബേക്കറാണ്, ഞങ്ങൾ മാർജറി നല്ല ഉപയോഗിക്കുന്നത്, ഞങ്ങൾ വേറൊരു സംഭവമാണ്, ഇറ്റ്സ് വെരി ഗുഡ്, 30 രൂപ പോലും കോസ്റ്റ് ആവില്ല ഒരു ബൺ മസ്കി ഉണ്ടാക്കാൻ. ഓക്കെ, കണ്ടൻസ് മിൽക്കാന്ന് പറയാൻ പറയുന്നത്. അത് എൻ്റെ പകുതി പ്രായമുള്ളൂ, മിക്കവാറും അവൻ്റെ അമ്മയ്ക്ക് എൻ്റെ പ്രായമായിരിക്കും. പക്ഷേ അവരെന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്ക് സോളിഡ്സ്, വാപ്പറേറ്റഡ് മിൽക്ക്, ഷുഗർ, എന്താ കുഴപ്പം? മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുഴപ്പമാണ്. 30% ഇന്ത്യക്കാർ. ഇയാളെന്ത് മനുഷ്യനാണ് എനിക്കറിയില്ല. ബട്ടറിന് പകരം മറ്റേ സാധനം പ്രശ്നമാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ പറയും മിൽക്ക് കൊള്ളൂലാന്ന്. പിന്നെ കൊള്ളുന്ന സാധനം എന്താണോ താൻ പറയൂ, അതൊക്കെ ഇരുന്ന് കഴിക്കാം. സീരിയസ്ലി ഐ എം ഫെഡ് അപ്പ് വിത്ത് ദിസ്. കാരണം ഈ 2 വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ, ഇനി അതിൽ 3-4 ആളുണ്ടാവും ഇങ്ങനെ ഫേക്ക് കളിക്കുന്നതെന്ന് കരുതി. മിൽക്ക് തീരെ കഴിക്കാൻ പറ്റില്ല, കണ്ടൻസ് മിൽക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് തേങ്ങ കഴിക്കാൻ പറ്റുന്നത്? ഇനി തേങ്ങ പറയും, തേങ്ങേൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് പറയുമോ? അല്ല സീരിയസ്ലി ഇങ്ങനത്തെ കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എന്തിനും ഏതിനും കുറ്റം. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ഒന്നും തിന്നാൻ പറ്റില്ല, പട്ടിണി കിടന്ന് ചാവേണ്ടി വരും, അല്ലെ പച്ചവെള്ളം കുടിക്കേണ്ടി വരുമോ? പച്ചവെള്ളം കുടിക്കുമ്പോൾ ഇപ്പോൾ പറയും പച്ചവെള്ളം നിങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസിലല്ല ബോയിൽ ചെയ്തെങ്കിൽ അതിൽ ബാക്കി കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. മിൽക്ക് ഒട്ടും കൊള്ളൂല. നീ എന്ത് മനുഷ്യനാണ് ചേരാ. 30% ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ദഹിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. 70% പേര് അത്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ മുഴുവൻ ജനങ്ങൾ എടുക്കുക, അതിൽ 30% ആൾക്കാരെ ഞങ്ങൾ മാറ്റി തരും. ഈ 30% ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, പാല് കുടിക്കുക. ബാക്കി 70% ആൾക്കാർ പാല് കുടിക്കരുത്. കാരണം ഇവർക്ക് മാത്രമേ അത് തീരുമാനമാക്കാനുള്ള കഴിവുള്ളൂ, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും. ഇതാണ് സത്യം. ഇപ്പം നമ്മൾ കാണുന്ന പലതും വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ്. മോനെ നിന്നോട് നീ എൻ്റെ സ്റ്റാഫിനോട് ചൂടായി, അവരെ നിന്നോട് പറഞ്ഞു ഒന്ന് പോടോ എന്ന് പറഞ്ഞു, നീ അവരോടും പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സ്ക്രീൻഷോട്ടൊക്കെ ഇന്ന് രാവിലെയാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കണ്ടത്. നിന്റെ വിശ്വാസം ശരിയാണ്, പാലല്ലേ എന്ത് സംഭവിക്കാനാണ്. പക്ഷെ അത് അങ്ങനല്ല. പെർപ്ലക്സിറ്റിയിലോ ചാറ്റ്ജിപിറ്റിയിലോ എവിടെയെങ്കിലും നോക്ക്, ഗൂഗിൾ ചെയ്ത് നോക്ക്. ദിസ് ഇസ് നോട്ട് ഈസി. നമ്മളെ പലതും പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പൊതുവേ ഏത് വീഡിയോ ചെയ്യുന്ന സമയത്തും കുറച്ച് എനർജറ്റിക് ആയിട്ടാണ് വീഡിയോ ചെയ്യുക. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നട്ടുച്ച സമയം 2:45. ഈ 2:45 ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. എന്നിട്ട് എനിക്ക് ഇത്രത്തോളം ക്ഷീണവും ടയേർഡും വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ കണ്ടന്റ്. കാരണം കാണുന്ന സമയം കാണുന്ന വ്യക്തി വരെ വളരെ ഇറിറ്റേറ്റഡ് ആയി ബോറാകുന്ന ഒരു ഇത്. ഞാൻ അന്നും ഇന്നും ഞാൻ പറഞ്ഞു, ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ വിചാരം പുള്ളിയാണ് ഫുഡ്, ഈ ലോകത്തുള്ള എല്ലാ ഫുഡും കണ്ടുപിടിച്ചത്, എല്ലാ ഫുഡിൻ്റെയും ഗുണമില്ലായ്മയും അതെങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം, അത് ഇങ്ങനെ തിരിക്കണോ അങ്ങനെ തിരിക്കണോ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു പ്രോപ്പർ നോളജ് ഈ ലോകത്തുള്ളത് ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമാണെന്ന് തോന്നുന്നു. കാരണം അമ്മാതിരി രീതിയിലുള്ള കളിയാണ് ഇയാൾ ഇവിടെ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സാധനം കാണുന്ന സമയത്തും ഞാൻ ആ മറ്റേതാണ് കണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ വന്ന് ഈ 2 പീസ് കണ്ട സമയത്ത് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. ലൈക്ക് അധികമായാൽ അമൃതും വിഷമാണ്. ഇപ്പോൾ ഈ ലോകത്തുള്ള ഏത് സാധനവും അധികമായിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. മൃണാൾസ് ബിരിയാണി 10 ദിവസം അടുപ്പിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിച്ചാൽ അവിടെയും പണി കിട്ടും. അവിടെ മൃണാളുടെ ബിരിയാണി ഒതൻറ്റിക് ബിരിയാണി ആയതുകൊണ്ട് പ്രശ്നം കിട്ടില്ല എന്നൊന്നുമില്ല.
അപ്പം അതുകൊണ്ട് തന്നെ വളരെ കോമൺ ആയ രീതിയിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാനത് ആലോചിക്കുന്നത്, ചില വ്യക്തികൾക്ക് ഈ കുറ്റം പറയുമ്പോൾ ലൈഫിൽ ഭയങ്കര സന്തോഷം കിട്ടും. എന്ന് വെച്ചാൽ ബാക്കി ഒരാളിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തൊരു കുറ്റക്കാരനായി ക്രിയേറ്റ് ചെയ്യുമ്പം ഇവിടെ നിന്നില്ലാത്തൊരു സന്തോഷമാണ്. പക്ഷെ അത് എന്ത് സന്തോഷമാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതൊരു പ്രത്യേക തരം മനോവിഭ്രാന്തിയാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഈ ബൺ മസ്കൊക്കെ വെക്കുന്ന പാവങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവിടെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ പാവങ്ങളല്ല, അവർ നന്നായിട്ട് കച്ചവടം ചെയ്ത് ജീവിച്ചിട്ട് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നു. ഫുഡ് ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഏത് റവന്യൂ സ്ട്രീമായാലും, കുറവ് റവന്യൂ കൂടുതൽ റവന്യൂ എന്തോ ആയിക്കോട്ടെ, ഒരു പാവങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മോശമൊന്നും ഉപയോഗിക്കില്ല. എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒന്നും ഉപയോഗിക്കില്ല എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ 400 ചില്ലറ രൂപയാണ് കഴിഞ്ഞ കുറേ മാസത്തെ വെളിച്ചെണ്ണയുടെ ആവറേജ് വില. അത് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് സ്നാക്സ് ഫ്രൈ ചെയ്ത് പലതിനും ഉപയോഗിക്കുമല്ലോ. ആ എണ്ണ ഡിസ്പോസ് ചെയ്യണമല്ലോ. ഉപയോഗിച്ച് കഴിഞ്ഞത് 55 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 55 രൂപ ഞങ്ങൾക്ക് വന്നിട്ടാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത് ബയോഫ്യൂൽ ഉണ്ടാക്കാൻ. ആ വണ്ടിയുടെ ഡ്രൈവർ ഞങ്ങളുടെ ഷെഫിനോട് പറഞ്ഞതാണ്, ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളും പല ആൾക്കാരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തരുന്ന വിലയേക്കാളും കുറച്ച് കൂടുതലൊന്ന് വാങ്ങിക്കുന്നുണ്ടെന്ന്. അതിനകത്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഉണ്ട്, ഞങ്ങൾ ഉപയോഗിച്ച മസാലയുണ്ട്, എല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ച് അവർ കുക്ക് ചെയ്തിട്ട് അവർ വിൽക്കുകയാണ്, റെസ്റ്റോറൻറ്റിൽ വിൽക്കുകയാണ്, ഓൺലൈൻ ഡെലിവറി ഒക്കെ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലും ഉണ്ട്. അവർ ഞങ്ങൾ വിൽക്കുന്ന ഡിഷസ് അതിൻ്റെ പകുതി വിലയ്ക്ക് അവർ നിങ്ങൾക്ക് വിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവരാരും പാവങ്ങളല്ല. നിങ്ങളെ കൊല്ലുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നവർ പാവങ്ങളല്ല, അവർ നിങ്ങളെ തുരന്ന് ജീവിക്കുന്നവരാ. എനിക്ക് സത്യം കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഐ എം ഡൂയിങ് എൻ ഓപ്പൺ ചലഞ്ച് ബിക്കോസ് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. മൃണാളുടെ ഷോപ്പിൽ നിന്ന് വിൽക്കുന്ന എണ്ണ റോട്ടിൽ അല്ലെങ്കിൽ ഇത് കളക്ട് ചെയ്യാൻ വരുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ച് കുക്ക് ചെയ്ത് അതുവഴി ഇവരുടെ ഫ്ലേവറും ടേസ്റ്റും ബാക്കി ഹോട്ടൽസ് ചെയ്യുന്നുണ്ട് എന്നും അത് സെയിൽ ചെയ്യുന്നുണ്ടെന്നും ആ ഷെഫിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ അടുത്തോ ചോദിച്ചിട്ട് ആ ഹോട്ടലിനെ എക്സ്പോസ് ചെയ്യും. ഡു ഇറ്റ് നൗ. സീരിയസ്ലി ഐ എം സെയിങ്. കാരണം മൃണാളിന് എല്ലാ ഹോട്ടലിനെ കുറിച്ചും എല്ലാ നാട്ടുകാരെ കുറിച്ചും കുറ്റം പറയാൻ വേണ്ടി അപാര കോൺഫിഡൻസ് ആണ്, അപാര ധൈര്യമാണ്. ആ കോൺഫിഡൻസും ധൈര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോട്ടലിലത്തെ എണ്ണ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ഹോട്ടൽ ഏതാണോ എക്സ്പോസ് ദം കാണട്ടെ, അപ്പം സമ്മതിക്കാം. അല്ലാണ്ട് നിങ്ങളുടെ കടയത്തെ വെളിച്ചെണ്ണ എടുത്തിട്ടാണല്ലോ ബാക്കിയുള്ളവർ കുക്ക് ചെയ്യുന്നത്, അല്ലെ ആ വെളിച്ചെണ്ണ കിട്ടിയതുകൊണ്ടാണല്ലോ അവരുടെ ഫുഡിന് ആ ടേസ്റ്റ് വരുന്നത്. ഇവിടെ എൻ്റെ അമ്മ പറയുന്നതാണ്, അമ്മ ചിക്കൻ കറി മുഴുവൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് അതൊന്ന് ഇളക്കി അതിലോട്ട് കുറച്ച് പൊടി ഇടുമ്പോഴേക്ക് ഞാനാ ഉണ്ടാക്കിയേ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ മൃണാൾ കാണിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ഒരു കടിയിൽ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വെളിച്ചെണ്ണയും കൊണ്ട് ഉണ്ടാക്കിയോണ്ടാണ് ടേസ്റ്റ് എന്ന്. എന്തുവാ പുച്ഛം തോന്നുന്നു. അവനൊരു സാധനമില്ലേ, അതിലങ്ങ് പോകും. ദിസ് ഇസ് നോട്ട് ആക്രാന്തം. കാരണം അത്യാവശ്യം പൈസയൊക്കെ ഇപ്പം തന്നെ കണ്ടില്ലേ, ഫ്ലൈറ്റിലിരുന്നിട്ടാണ് VIP-കളുള്ള ഹോട്ടലിലിരുന്നിട്ട് സംസാരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പൈസേനോട് ആക്രാന്തം ഉണ്ടായിട്ടല്ല. ഇനി ബാക്കിയുള്ള ആൾക്കാർ ഉയരുന്നതിൻ്റെ കുശുമ്പാണോ അല്ലെങ്കിൽ എന്നേക്കാൾ റീച്ച് ബാക്കിയുള്ളവർക്ക് കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണല്ലോ, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. എന്തായാലും ഐ എം ഗോയിങ് ഫോർ എൻ ഓപ്പൺ ചാലഞ്ച്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ദെൻ ഡു ഇറ്റ്. അതേത് ഹോട്ടലുകാരാണെന്നൊന്ന് അറിയട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും മൃണാൾ ഫാൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് അയച്ചു കൊടുക്കും. ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു നോ. ബൈ. അടുത്ത വീഡിയോ കാണാം.